ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് രാവിലത്തെ തന്നെ ഒരു ബാഡ് മോർണിംഗ് ആയിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ എണീച്ചതും നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടായിരുന്നു. നമ്മുടെ ശ്രീകുട്ടന് ഒട്ടും വയ്യ, ഭയങ്കര ചുമയും ജലദോഷവും ഒരു ശ്വാസം മുട്ട് പോലെയൊക്കെ വന്നു. ഞാൻ ശരിക്കും നല്ലവണ്ണം പേടിച്ചിരുന്നു. കഫക്കെട്ടിൻ്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ കുറേ സമയം അവിടെ നിന്ന് ആവിയൊക്കെ പിടിക്കുക, രണ്ട് സമയത്തായി ആവി പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴേക്കും അവൻ ഓക്കെ ആയിട്ടോ. പക്ഷേ എൻ്റെ ടെൻഷൻ ഉണ്ടാ മാറാൻ. പിന്നെ അവനെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ട് മരുന്നൊക്കെ കൊടുത്ത ശേഷം ഞാനും ഉണ്ണിക്കുട്ടനെ നേരെ റിലയൻസിലേക്കാട്ടോ പോകുന്നത്. ഞങ്ങൾക്ക് കുറച്ച് അധികം സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനാണ് ഇപ്പോൾ എൻ്റെ ബോഡി ഗാർഡ്. എവിടെ പോവുകയാണെങ്കിലും ബാക്കിൽ വരുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കഥകൊക്കെ തുറന്ന് അകത്ത് പോയി. അപ്പോഴാണ് അവിടെ ബാസ്ക്കറ്റ് പുറത്താന്ന് മനസ്സിലായത്. പിന്നെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന്. എനിക്ക് ഉണ്ണിക്കുട്ടനെയും കൊണ്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെയാണ്. നമുക്ക് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വീഡിയോസൊക്കെ എടുക്കാം. അതേസമയത്ത് ശ്രീകുട്ടനെ കൊണ്ട് പോകുകയാണെന്ന് വെച്ചാൽ അവൻ എന്നെ ആവൂല അതൊന്നും പൊക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഇരുന്നോളാം, നിങ്ങൾ പോയിക്കോ പറഞ്ഞുകൊണ്ട് ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ വന്നതാണ് കേട്ടോ. കുറച്ച് അധികം സാധനങ്ങൾ നമുക്ക് മേടിക്കാണ്ടായിരുന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അമ്മ നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് പോയത്. കാരണം എനിക്ക് അവിടെ എത്തുമ്പോഴേക്കും മറവി രോഗം ബാധിക്കും. പിന്നെ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ഞാൻ വാരിയിടും, പക്ഷേ ആവശ്യമുള്ളതൊട്ട് എടുക്കുമോ അതുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് അധികം സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ക്ലിപ്പൊക്കെ സെലക്ട് ചെയ്ത് തന്നത് ഉണ്ണിക്കുട്ടനാണ്. ഞാൻ അവൻ്റെ ഇഷ്ടത്തിനാണ് കൂടുതലും സാധനങ്ങൾ മേടിക്കാറുള്ളത് കേട്ടോ. കാരണം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ പറയും അയ്യോ അമ്മ അത് രസമില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് സങ്കടമാവും കേട്ടോ. പിന്നെ അവന് റൂം സ്പ്രേ വേണമെന്ന് പറഞ്ഞ് അവന് 2-3 ടൈപ്പ് റൂം സ്പ്രേ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവൻ എന്തിനാണോ അവൻ്റെ റൂമിൽ ഇട്ട് അടിക്കാനാണെന്നൊക്കെ കേട്ടോ പറഞ്ഞത്. പിന്നെ ഉണ്ണിക്കുട്ടൻ എനിക്ക് ഓർമ്മപ്പെടുത്തി തന്ന ഒരേ ഒരു സാധനം ഈ അമൃതാഞ്ജനം എടുക്കാനായിരുന്നു. കാരണം ഞാൻ മറന്നൊരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ആശീർവാദ് വേണമായിരുന്നു, കാരണം തീർന്നു. ഞങ്ങൾക്ക് എപ്പോഴും ചപ്പാത്തി ഇല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് 2 പേർക്ക് ഉറക്കം വരാത്തൊരു സാധനമാണ്. പിന്നെ ഉണ്ണിക്കുട്ടൻ അതിൻ്റെ ഇടയിൽ ഉണ്ണിക്കുട്ടൻ എന്തൊക്കെയോ വേണ്ട സാധനങ്ങൾ ഫുള്ളായിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ ഏറ്റവും കൂടുതൽ ഫിയാമ നമ്മുടെ സോപ്പില്ല അത് മേടിക്കാം. അത് അവൻ്റെ ഇഷ്ടപ്പെട്ടൊരു ഫ്ലേവർ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാട്ടോ അവൻ്റെ കൂടെ മെയിനായിട്ട് വന്നത്. പിന്നെ അതൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിക്കുട്ടാ നീ ഉന്തരുത്, വീണ് പോവൂടാ, നീ ഉന്തരുത് പറഞ്ഞപ്പോൾ ഇവൻ ഈ സാധനം വഴി അങ്ങ് ഇറക്കി കേട്ടോ. പക്ഷെ അതിൻ്റെ വീല് പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഞാൻ സത്യമായിട്ട് പേടിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞവൻ ഒരു കാരണവശാലും സമ്മതിക്കണില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ രണ്ടും കൂടെ ഉന്തിത്തിറക്കി പോയി സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ ബാഗിലൊക്കെ ഇട്ടു. അപ്പോഴത്തേനും ഉണ്ണിക്കുട്ടൻ ഇതൊക്കെ പൊട്ടിച്ച് കുടിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞു ശരി എന്നാൽ പിന്നെ നീ പൊട്ടിച്ച് കുടിക്കും, നമുക്ക് പോയി ചിക്കൻ മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നേരെ ചിക്കൻ കടയിലോട്ടോ വന്ന്. പാവം കോഴികൾ, ഈ കോഴികളെയൊക്കെ കൊന്നിട്ട് വേണ്ടേ ഇതുപോലെ തൂക്കിയിട്ട് കൊല്ലും അവർ. കൊന്നിട്ട് ഇതേപോലെ കണക്ക് വെട്ടിയിട്ട് നമ്മളിങ്ങനെ ഞം തിന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങ് കോഴിയൊക്കെ മേടിച്ചു കേട്ടോ. കുറച്ച് കോഴിയൊക്കെ മേടിച്ച് അങ്ങനെ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.